നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പഴയ തലമുറയിലെ ഏറ്റവും വലിയ ഒരു കളിയാണ് ഈ നമ്മൾ ഈ കളിക്കാൻ പോകുന്നത്. ഇതിന്റെ പേര് കിലുക്കിക്കുത്തെന്നാണ്. പണ്ട് നമ്മുടെ പള്ളിയിൽ പെരുന്നാളും അമ്പലത്തിലെ ഉത്സവങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്ത് പൈസ വെച്ച് കളിക്കുന്ന ഒരു കളിയാണ്. ചിലപ്പം പോലീസ് പിടിക്കും, എന്നാൽ പോലും അതൊരു ശരിക്കും പറഞ്ഞത് പൈസ ഉള്ള കളിയായതുകൊണ്ട് ഓതറൈസ്ഡ് അല്ല നമ്മൾ കളിക്കേണ്ടത്. പക്ഷെ എന്നാലും ഒരു ഫൺ ആയിട്ട് നമ്മളിവിടെ കളിക്കുക. ഇതിൻ്റെ അകത്ത് കിട്ടുന്ന പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിട്ടുന്ന ബാലൻസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എക്സ്പെൻസിലോട്ട് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ അകത്തൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 6 ചിഹ്നങ്ങളാണുള്ളത്. ആ ചിഹ്നങ്ങളിൽ നമുക്ക് ഈ 3 കട്ടയുണ്ട്. ഈ 6 സൈഡുകളുള്ള കട്ടയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അത് ക്ലിക്കിയിട്ട് നമ്മൾ ഈ ടിന്നിൻ്റെ അതിട്ട് ക്ലിക്കിട്ട് ഇവിടെ കാണിക്കുമ്പോൾ ആർക്കെങ്കിലും ഈ ചിഹ്നത്തിൽ പൈസ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടും. ആർക്ക് വെക്കുന്നോ അവർക്കാണ് ഇത് കിട്ടുന്നത്. അത് നമ്മൾ 1 യൂറോ വെക്കുവാണെങ്കിൽ 2 യൂറോ കിട്ടും. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ 3 കട്ട തന്നെ ഒരിടത്ത് വരുവാണെങ്കിൽ അത് ട്രിപ്പിളായിട്ട് കിട്ടും. അല്ലെങ്കിൽ 2 കട്ട കിട്ടുവാണെങ്കിൽ അത് ഡബിൾ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു ട്രയലിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒന്ന് കളിക്കാം. ട്രയലാണ് ഇതിൻ്റെ അകത്ത്. അത് കഴിയുമ്പോൾ നമ്മൾ ഒറിജിനൽ കളിയിലോട്ട് പോകാം. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, കട്ടമറിഞ്ഞ കാണുന്ന പടം 2. എല്ലാവരും 5 പൈസയായിട്ട് ആരോ വന്നിരിക്കുന്ന കട്ടമറിഞ്ഞ കാണുന്ന പടം. ഞാൻ പൊക്കുവാണ്. കട്ടമറിഞ്ഞ കാണുന്ന പടം. ആരും അനങ്ങരുത്. ഇതിവിടെ എല്ലാം 1.5 രൂപ പോയി. ഇതിന്റെ കാശ് പോയ അത് ഞാൻ പതി കളിക്കാം. അത് ഞാൻ എടുത്തോളാം. അത് കിട്ടുന്നത് ഇത് 40. ഇത് പിടിച്ചേ. ഇതാരാണ് ഇത് പിടിച്ചേ? ഇത് 2. ഇതൊന്ന്. എന്റെ കാശ് കൊണ്ട് വളരെ പണിയാന്ന് തോന്നുന്നു. 2 കൽപ്പിച്ചാന്ന് തോന്നുന്നു. ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. എനിക്ക് കിട്ടി കേട്ടോ. എനിക്ക് ഡബിൾ കിട്ടി. പോയ പൈസ തിരിച്ചു കിട്ടി. ഇതെനിക്ക് ഇതിന്റെ 20 അല്ലേ? 20 കിട്ടാൻ വലിയ പാടാ. 20 പിടിച്ചേ. എന്റെ കാശ് മുഴുവൻ പോയി, എന്നാലും കുഴപ്പമില്ല. ഇത് പിടിച്ചേ. ഇത് പിടിച്ചേ. പോയ പൈസ തിരിച്ചു കിട്ടി. ഇത് കിട്ടാൻ വലിയ പാടാ. വീണ്ടും കളിക്കുന്നു. 1 വെച്ച 2, 2 വെച്ച 4, കട്ട പറഞ്ഞ കാണുന്ന വേണം. ഈ പുല്ല് എന്റെ കാശ് പോയി, എന്നാലും കുഴപ്പമില്ല. വീണ്ടും ഞാൻ പോക്കുവാണ്. 20 സെന്റുമായിട്ട് 5 സെന്റുമൊക്കെ ആയിട്ട് ആരോ വന്നിട്ടുണ്ട്. മഞ്ഞ, പച്ച, ചോപ്പ് കളറുള്ള കോയിലുമായിട്ട് വന്നിട്ടുണ്ട്. എവിടുന്ന് വരുന്നത് അപ്പൊ നമുക്ക് വീണ്ടും അടിച്ചിരിക്കാണ് കേട്ടോ. എല്ലാവർക്കും പൈസ കിട്ടും. അപ്പൊ എനിക്കിപ്പോ 20 സെന്റ് ലാഭം. 20 സെന്റ് ലാഭം. അപ്പൊ നമ്മള് പോയ പൈസ തിരിച്ചു കിട്ടി, പ്ലസ് ഒരു 20 സെന്റ് കൂടെ കിട്ടി. വരാൻ പോണത് ഇവിടെ 20 ഇവിടെ ഒരു 20 ഇവിടെ 1 യൂറോ പിടിച്ചേ. 20 സെന്റ് തരാം. ഞാൻ 20 സെന്റ് കമ്പനി പോട്ടെ. കമ്പനി പോയാൽ കളി അറിയാവുന്നൊരു കളി കളിക്കുന്നു. കാശ് കിട്ടുമ്പോഴത്തേക്കും എന്റെ കാശ് പോയി, എന്തായാലും കുഴപ്പമില്ല. കട്ടമറിഞ്ഞ കാണുന്നവിടെ നമുക്ക് രാശിയുള്ള ഇതാണ്. നമ്മൾ ഇവിടെ തന്നെ പൊക്കാൻ പോവാണ്. ഇനി ആരും വെക്കരുത്. പൊക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വെച്ചോണം. ഇല്ല,
ഇത് ആരുടെയാണോ എടുക്കാം, ഇത് ആർക്കെടുക്കാം? വീണ്ടും ഇതിന്റെ ലാഭം മുഴുവൻ പോകുന്നത് ഇത് മറവേറ്റിന് വേണ്ടിയിട്ടല്ല പോകുന്നത്. നമ്മള് ഇവിടെ ഈ കൂടിയിരിക്കുന്ന ഒരു നമ്മുടെ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ട്രിപ്പിന് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫണ്ട് ഗെയിമാണ്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നത് നമ്മുടെ ഫണ്ടിലേക്കാണ് പോകുന്നത്. ശരിയാണോ? എവിടെയെങ്കിലും വെക്ക്. അങ്ങനത്തെ കളി ഉള്ളതാണ്. ഇതെടുത്തിട്ട് ഇവിടെ വെച്ച് ഇവിടെ എന്റെ സൂക്കടങ്ങുന്നില്ല. ഇവിടെ വെച്ച് ക്രോസ് ചെയ്യാം, ഇവിടെ ക്രോസ് ചെയ്യാം. തിരിച്ചു കൊടുക്കാം. സാബിച്ചേട്ടൻ ഇത്ര നേരം നഷ്ടപ്പെട്ട പൈസ വേണം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഏതായാലും കമ്പനിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ സാബിച്ചേട്ടൻ കൊണ്ട് ഇരിക്കുന്നുണ്ടോ? ഇതാണ് ശരിക്കും പറഞ്ഞ കളി. ഒറ്റ കളി കൊണ്ട് പോയ പൈസ മുഴുവൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഞാൻ പാപ്പരായി, സാബുചേട്ടൻ മുതലാളിയായി. ഒന്ന് വെച്ചു, രണ്ട് വെച്ചു. നമ്മളെപ്പോഴും ഇരട്ടി വെക്കണം. ഇരട്ടി വെച്ചാലേ ലാഭം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് വെച്ചു, ഒന്ന് കിട്ടിയില്ല, രണ്ട് വെച്ചു.